മഗ്ഫിറത്തിന്റെ 10ന്റെ ഏകദേശം മധ്യഭാഗത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. മറ്റന്നാള് അതിന്റെ 15ആണ്. ഇതൊക്കെയാണ് 15, 14, 20 എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലൊക്കെ ഉണ്ട്. എല്ലാം മൂതരിടലും മറ്റുമല്ല. ഇതിന്റെ 15ആണ് മറ്റന്നാൾ. അല്ല മറ്റൊക്കെ എന്താ, നമ്മളതൊക്കെ നമ്മളെ മോന്റെ 15ആണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ, ഇതൊക്കെയാണ് 15. ഇങ്ങനെ കണക്കൂട്ടിട്ട് വെക്കണ്ട. ഇതിപ്പോ എത്ര ദിവസമായി കഴിഞ്ഞ എത്ര ദിവസമുള്ളൂ, ഇങ്ങനെ മനസ്സിൽ വരണം. മഗ്ഫിറത്താണ്, മായ്ക്കാനാണ്, മായ്ക്കാൻ. സൈൽവേജ് സുബീക്ക് വെച്ച് എന്താ നമ്മൾ വിഷയം വെക്കണം. അപ്പൊ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് മായങ്ങളെ മായ്ക്കാൻ മന്നാന്റെ മുമ്പിൽ നിന്ന് കൊടുക്കാൻ. മന്നാന്റെ മുന്നിൽ ഒക്കെ മീമോ അല്ലെങ്കിൽ പാ അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളെ കളി ഉണ്ടായാലും സാധാരണ അങ്ങനെയാണ് കൊടുത്തത്. നമ്മുടെ മായങ്ങളാണ് ദോഷങ്ങൾ. അത് മായ്ക്കുന്ന എല്ലാ ദിവസവും മായ്ക്കും. ആദ്യത്തെ 10 മഗ്ഫിറത്തില്ലേ? ആദ്യത്തെ 10 മഗ്ഫിറത്ത് ഉണ്ടല്ലോ. ഇനി അവസാനത്തെ 10 മഗ്ഫിറത്തില്ലേ? അവസാനത്തെ 10 മഗ്ഫിറത്ത് ഉണ്ടല്ലോ. ശവ്വാല് മഗ്ഫിറത്തില്ലേ? ശവ്വാല് മഗ്ഫിറത്ത് ഉണ്ട്. പിന്നെന്താ ഇപ്പൊ ഇതിന്റെ പ്രത്യേകത? നമ്മള് സാധാരണ കൂൾബാറിലൊക്കെ കയറി ചോദിക്കലുണ്ട്, ജ്യൂസ് ഉണ്ടോ? അപ്പൊ ചോദിക്കും SP ആ വേണ്ടതെന്ന് ചോദിക്കും. അതാണിത്. ഇതൊരു സ്പെഷ്യൽ പരിപാടിയാണ്. ഇത് SP ആണ്. SP മഗ്ഫിറത്ത്. അതാണ്. മറ്റൊക്കെ മഗ്ഫിറത്ത് തന്നെ, എല്ലാ ദിവസവും മഗ്ഫിറത്ത് തന്നെ. അല്ലാഹു തആലക്ക് എല്ലാ ദിവസവും റഹ്മത്തും മഗ്ഫിറത്ത് ഇല്ലെങ്കിൽ ഭൂമിയിൽ ആരെങ്കിലും ജീവിക്കോ? ആഖിറത്തിൽ ആരെങ്കിലും സ്വർഗത്തിൽ കടക്കോ? ഇത് SP ആണ്. ഇത് സ്പെഷ്യൽ മഗ്ഫിറത്താണ്. ഇതില് വീണിട്ടില്ലെങ്കിൽ ഇനി മഗ്ഫിറത്തിന് പെടാപ്പാട് എന്ന് മാത്രല്ല, ഒരുപാട് ദൂരെയാണ്. കാരണം വീഴാൻ സൗകര്യമുള്ള ആളുകളൊക്കെ ഇതിൽ വീഴും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇത് വല്ലാത്തൊരു മഗ്ഫിറത്താണ് പ്രിയപ്പെട്ടവരെ. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാല് ആഖിറം മാത്രല്ല, അള്ളാഹു ഗഫാറാണ്. ഈ ഗഫാർ എന്നുള്ളതിന് പൊതുവെ എല്ലാവരും പുറത്തു കൊടുക്കണ ആള്, അത് ഗഫാർ മുബാലഗത്തിന്റെ സീഗ, ഫആൽ വസനാണ്. അപ്പൊ നെഹവനുസരിച്ചുകൊണ്ട് കൂടുതൽ പുറത്തു കൊടുക്കണ ആള് എന്നാണ് അർത്ഥം വെക്കുക. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. ആ അർത്ഥം അതിലില്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ അതല്ല സത്യത്തിൽ ഭാഷ പഠിച്ച ആളുകൾ അർത്ഥം വെക്കുക. ഗഫാർ എന്ന് പറഞ്ഞാൽ പുറത്തു കൊടുക്കുക എന്നുള്ള അർത്ഥമല്ല. അത് മനസ്സിലാക്കുമ്പോഴേ അള്ളാഹുവിന്റെ രീതിയുടെ കടുപ്പ് നമുക്ക് മനസ്സിലാകും, അതിന്റെ ആഴം മനസ്സിലാകും. ഗഫാർ എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു കിതാബ് എന്റെ കയ്യിലുണ്ട്. ഗഫാർ, ആ ഇസ്മിനെ കുറിച്ച് വിശദീകരിക്കുന്ന കിതാബ് എന്റെ കയ്യിലുണ്ട്. 8 കൊല്ലമായി കിട്ടിയിട്ട്. അതിൽ ഗഫാർ എന്നുള്ളതിന്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അൽഹറൽ ജമീഹ വസതറൽ ഖബീഹ എന്നാണ് അതിന്റെ അർത്ഥം. അൽഹറൽ ജമീല വസതറൽ ഖബീഹ. അതിലെവിടെ പുറത്തു കൊടുക്കാന്ന്? പക്ഷെ പുറത്തു കൊടുക്കൽ അതിൽ പെടും, അത്രേ ഉള്ളൂ. പുറത്തു വെക്കാന്ന് അർത്ഥം വെച്ചാൽ അതിന്റെ ഒരു ഓരയാവുള്ളൂ, മുഴുവനാവൂല. അൽഹറൽ ജമീല വസതറൽ ഖബീഹ, അതിന്റെ അർത്ഥം പുറത്തു കൊടുക്കുക എന്നല്ല. പുറത്തു കൊടുക്കൽ അതിൽ പെടുള്ളൂ. പിന്നെന്താ അറിയോ, അള്ളാന്റെ ഒരു പൊതു സ്വഭാവമാണ് കാണാൻ ഭംഗിയില്ലാത്ത മോശത്തരങ്ങളെ അല്ലെങ്കിൽ കാണാൻ വൃത്തികേടുള്ളതിനൊക്കെ മറച്ചു വെക്കുക, കാണാൻ അഴകുള്ളതിനൊക്കെ പുറത്തേക്ക് ഇടുക. ഇത് അള്ളാന്റെ ഒരു സ്വഭാവമാണ്. അതിൽ പുറത്തു കൊടുക്കൽ പെട്ടു എന്ന് മാത്രം. അത് പുറത്തു കൊടുക്കലിൽ മാത്രം ഉൾപ്പെട്ടല്ല, എല്ലായിടത്തും അള്ളാഹു ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ നിങ്ങൾ നോക്കി, കാണാൻ വളരെ മോശമുള്ള ഉള്ളിലല്ലേ അല്ലേ? ഇപ്പൊ നോമ്പറക്കാൻ പോകുമ്പോ പെട്ടിയും കുടലും ലിവറും നരമ്പൊക്കെ പുറത്തേടി എങ്ങനെ ഉണ്ടാവും? ഇതൊക്കെ നമുക്കുള്ള സാധനങ്ങളല്ലേ? നിങ്ങൾക്ക് ആർക്കും പെട്ടില്ലേ? ഈ തക്കാളി പെട്ടി തന്നെ ഉള്ളൂ. പെട്ടി ഉണ്ടല്ലോ. എന്താ എന്റെ മൊത്തം ഇന്റെ പെട്ടിമൊക്കെ എല്ലാവരും കൂടി നോക്കണ്. ഇന്റെ പെട്ടി ഞാൻ നോക്കിക്കോളാം, നിങ്ങളെ പെട്ടി നോക്കിയാൽ മതി. പെട്ടിയും കുടലൊക്കെ നമുക്കുണ്ട്, അതൊക്കെ പുറത്തിറങ്ങിയാല് നടക്കാൻ കഴിയില്ല. അപ്പൊ അള്ള എന്ത് ചെയ്ത് അതൊക്കെ ഉള്ളിക്കാണ്ട് വലിച്ചു കെട്ടിയിട്ട് തോലുകൊണ്ട് ഇങ്ങോട്ട് മൂടി. അതാണ് ഗഫാർ. കാരണം പുറത്ത് കണ്ടാൽ മോശമുള്ളതൊക്കെ ഉള്ളിക്ക് മറച്ചു വെക്കുക. എന്നാ പുറത്ത് കണ്ടാൽ ചൊറുക്കുള്ളതാണ് മൂക്ക്, കൈ, കാല്, തല, ചെവി, ഇതൊക്കെ പുറത്തേക്ക് നോക്കി. കണ്ണ് പുറത്ത് കണ്ട അത്ര രസം ഉണ്ടാവില്ല. അപ്പൊ അള്ള എന്ത് ചെയ്ത് പുറത്തേക്ക് വേണം ഉള്ളിലുമാണ്. പുറത്തേക്ക് തുറച്ചിട്ടായും ചെയ്തില്ല, ഉള്ളിക്ക് കണ്ട് വലിച്ചെട്ടി. ഈ ഉള്ളിക്ക് വലിച്ചിട്ടത് കണ്ണ് മൂക്കമല എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ കണ്ണ് കവളത്താണ് നോട്ടുക, കാണാൻ ഒരു ചൊറുക്കുണ്ടാവില്ലേ? ഒരു കൺമശിട്ടിട്ടും കാര്യമില്ല, ഒരു ചൊറുക്കുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അള്ള എന്ത് ചെയ്ത് അത് കണ്ട് മറച്ച് എന്നാ മറച്ചില്ലാന്നാക്കി, ഉള്ളിൽ കണ്ട് വലിച്ചെട്ടി. നാവും അങ്ങനെ തന്നെ. നാവൊക്കെ പുറത്ത് ഈ താടിക്കുറ്റിന്റെ അടിയിൽ നാവ് നീണ്ട എന്തായിരിക്കും അവസ്ഥ? നല്ല രസം ഉണ്ടാവും നമ്മളൊക്കെ കാണാൻ. ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ താടിന്റെ അടിയിൽ ഒരു നാവ് ഇങ്ങനെ തൂങ്ങിക്കാണ്ട് നിങ്ങൾ അവിടെ ഇരിക്കൂല. ഇത് എന്താ പഠിച്ചോനെ ചേക്കുട്ടി പാപ്പയെന്ന് അറിയുങ്ങൾ അല്ലേ? അവിടെ കാണാൻ ചൊറുക്കുള്ള താടി അത് കണ്ട് വെച്ച് നാവ് കണ്ട് ഉള്ളിക്കാക്കി തന്നെ. നാവ് പുറത്തേക്ക് ആടിയാലും മോശ. നമുക്ക് ചിലപ്പോൾ കാണാനല്ലോ എങ്ങനെ ബെഞ്ചിമിരുന്നിട്ട് തൊള്ളയും പൊളിച്ചാണ് ഇങ്ങനെ ഇരിക്കണേ, കാണാൻ തന്നെ വൃത്തിയാണ്. നാവൊക്കെ പുറത്ത് കണ്ട മോശം. നാവ് എപ്പോഴും ഉള്ളിലാണ്, ആവശ്യത്തിന് മാത്രമേ പുറത്തടിക്കാൻ പാടുള്ളൂ.
കാണാൻ തന്നെ വളരെ വൃത്തികേടാ. അത് ഉള്ളുകാക്കിയല്ല. ഇപ്പൊ എന്തായി? വഫാറിന്റെ പണിയായി. ശരീരത്തിൽ കാണാൻ മോശമുള്ളൊക്കെ ഉള്ളുക്കാക്കി. കബീഹ് ജമീലൊക്കെ പുറത്തു ആക്കി. ഇത് അള്ളാന്റെ ഒരു പൊതു സ്വഭാവമാണ്. അത് എന്റെ ഹയാത്തിലും അള്ള ചെയ്യും, നിങ്ങളെ ഹയാത്തിലും. എന്താ ഹയാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാല്, എന്റെ ജീവിതത്തില് നിങ്ങൾ ആരും അറിയാത്ത കുറെ അയവുകൾ എനിക്കുണ്ടാവൂലേ, നിങ്ങളൊന്ന് സഹകരിക്കുന്നുണ്ടാവൂലേ? തലാട്ടണ്ട നിങ്ങൾക്ക് അതിനേക്കാളുണ്ടോ? നിങ്ങൾക്കൊരു പരിപാടി ഉണ്ട്, ഞാൻ എന്നെ പറഞ്ഞ എല്ലാവരും കൂടി ഇങ്ങോട്ട് നോക്കുക, ഇന്റത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ നോക്കിക്കോളേ. ആ അയവുകളെ കുറിച്ച് നമ്മൾ കരുതും ഇത് പെണ്ണുങ്ങൾ അറിയരുത്, ഉമ്മ അറിയരുത്, ഉസ്താദ് അറിയരുത്, വാപ്പ അറിയരുത്, കാക്ക അറിയരുത്. ഇങ്ങനത്തെ ഒരു അയവ് എല്ലാവർക്കും ഉണ്ടാവും. ഇച്ചീച്ചേന്ന് മലപ്പുറം ഭാഷയിൽ തള്ളാര ഭാഷ പറഞ്ഞാൽ ഇച്ചീച്ചെങ്കിലും ഉണ്ടാവും, കുറേച്ചെങ്കിലും ഉണ്ടാവും. അത് അള്ള ഇന്ന് വരെ പുറത്താക്കിയിട്ടില്ലല്ലോ. അത് പുറത്താക്കി എനിക്കിപ്പോ ഈ കസാര മേന്നിട്ട് വേള അറിയാൻ പറ്റുമോ? നിങ്ങൾ പറയില്ലേ നീച്ചു പോകുന്നറിയില്ലേ? നിങ്ങൾക്ക് വേള ഫുള്ള് കേൾക്കാൻ പറ്റുമോ? കാരണം ഞാൻ ഈ വാളെടുക്കൂലേ, അജും ഇവിടെ ഇരിക്കണ്ടോ ചെയ്യാണ്ട്. അപ്പൊ അങ്ങനെ മനുഷ്യന്മാരറിഞ്ഞാൽ മോശത്തരങ്ങളൊക്കെ അള്ളാഹു തആല ഉള്ളിൽ കൊണ്ട് വലിച്ചിട്ടി. ഈ അയ്ബുകൾ ഭാര്യ അറിഞ്ഞാൽ ബെഡ്റൂമിൽ പ്രശ്നമാണ്. എന്തുണ്ടാവും? ഇല്ലാത്തൊരു എല്ലാരും കൂടി ഇന്നെ തുറച്ചു നോക്കാണല്ലോ പഠിച്ചാണ്. എന്ത് പറ്റി? എന്താ ഇതിൽ വെച്ച് ഇന്ന് നോക്കണ്? ഇത് എല്ലാവർക്കും ഉള്ളതാണ്. അല്ല ഞാൻ എന്തോ ഒരു ആലാക്ക് ചെയ്ത് വന്നിരിക്കുന്നല്ല. ഞാൻ നോക്കണം, ഇനിയിപ്പോ അവിടെ വന്നാണ്ട് റൂമിൽ ചിലപ്പം ഫ്രൂട്ട്സ് ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടാവും. പകലൊന്നായിട്ട് നമുക്ക് നേരിടണ്ട, ഇന്നലെ അത്താഴം കഴിച്ചതിന്റെ ബാക്കി വെച്ചതാ. അല്ല ഞാൻ എന്തോ ഒരു ആലാക്ക് കാണിച്ചിട്ട് വന്നിരിക്കുന്നല്ല. അതല്ല ഞാൻ പറഞ്ഞു. ഏത് മനുഷ്യന്റെ ജീവിതത്തിലും ഇത് ഇന്നോരെ അറിയരുത് എന്ന് കരുതിയിട്ട് സൂക്ഷിക്കണ ചില പേഴ്സണൽ ഐബുകൾ ഉണ്ടാവും. അത് അള്ളാഹു തആല മറച്ചു വെച്ച്. അത് ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ അള്ളാഹുവെ പുറത്തുണ്ടാന്ന് പറഞ്ഞാൽ അള്ളാഹു തആല എന്ത് ചെയ്യും? അള്ളാഹിന്റെ അറിവിൽ മാത്രാക്കും. അത് മലക്കളുടെ ഓർമ്മയിൽ നിന്ന് പോലും അള്ളാഹു തആല പറിച്ചു മാറ്റുന്ന ഹദീസിലുണ്ട്. ഏടിലുണ്ടാവില്ല, മലക്കളുടെ അടുത്തുണ്ടാവില്ല. പിന്നെ അള്ളാന്റെ ഇൽമൊന്നും പോവില്ലല്ലോ. അതാണ് മഗ്ഫിറത്തിന്റെ പത്തിന്റെ ഗുണം. എല്ലാവരും പോകും. അവസാനം ഇവൻ ഇങ്ങനെ വലിയ ശുചായിട്ട് ആരും അറിയാതെ തമ്മാടിത്തരം ഒപ്പിച്ച ആള് മഗ്ഫിറത്തിൽ കഴിച്ചലായതാണ്. അതിലിപ്പം വലിയ ശുചായിട്ട് സ്വർഗത്തേക്ക് ഇങ്ങനെ നടക്കൂട്ടോ. എന്തേപ്പത്? കാരണം ഏടിലും ഇല്ല, ആൾക്കാരുടെ സംസാരത്തിലും ഇല്ല, മലക്കളുടെ സംസാരത്തിലും ഇല്ല. അപ്പൊ ഇവനൊരു ധൈര്യം. അപ്പൊ അള്ളാഹ് എന്റെ അറിവിലുണ്ട് ട്ടാ, ഉറപ്പ് ഞാൻ എല്ലാണ്ട് പോവായിരുന്നു, പബ്ലിസിറ്റി ആക്കല്ലേ എന്ന് ഇവൻ പറയുന്നു മുഹമ്മദ് മുസ്തഫ. അത് അള്ളവനെ മാത്രമേ കേൾപ്പിക്കുള്ളൂ, ആരോടും നാട്ടുകാരോടൊന്നും പറയില്ല. എന്റെ അറിവിലുണ്ട് ട്ടോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല സ്വർഗത്ത് കാക്കുള്ളൂ. എല്ലാരും അറിവെന്ന് അള്ളാഹു തആല പറിച്ചാണ് പറ്റും. ഏടിലുണ്ടാവില്ല, ഏടിലുണ്ടാവില്ല. അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ നമ്മളെ ഹയാത്തിൽ കുറെ അയ്ബുകൾ അത് അള്ളാഹ് മറച്ചു. നമ്മളെ ഹയാത്തിലെ കുറച്ച് നന്മകൾ അതൊക്കെ പുറത്തു ആക്കി. കണ്ടോ, കബീഹിനെ മറച്ചു, ജമീലിനെ പുറത്താക്കി. ഇവിടെ ഹയാത്ത് ശരീരത്തിൽ മാത്രമല്ല, നമ്മള് ആയുസ്സിലും ഞാൻ ചെയ്യുന്ന എല്ലാ നന്മകളും നിങ്ങൾ അറിയണില്ലേ? ഏതെങ്ങൾ അറിയാത്തൊരു നന്മ എനിക്കുള്ളത്? ഇമാമത്ത് നിങ്ങൾ അറിയണില്ലേ? ജമാഅത്ത് നിങ്ങൾ അറിയണില്ലേ? ഖുത്ബ നിങ്ങൾ അറിയണില്ലേ? ഞാൻ ഉംറക്കോണ നിങ്ങൾ അറിയണില്ലേ? ഞാൻ ഹജ്ജിനോണ നിങ്ങൾ അറിയണില്ലേ? ഞാൻ ബാദിനോണ നിങ്ങൾ അറിയണില്ലേ? 10 ഉറുപ്യ കൊടുത്ത ആരും അറിയില്ലും, വാങ്ങണോ അറിയില്ലേ? ഓത് കൊടുക്കുമ്പോ എല്ലാരും കാണൂലേ? ഇനി ഇന്റെ അടുത്ത് ഇപ്പൊ എന്താ ആരും അറിയാത്ത നന്മയുള്ളത്? നിങ്ങളാണെങ്കിലോ ഒരു കിലോ അരി കൊടുക്കുകയാണെങ്കിലോ അതൊന്നായിട്ട് ലൈവാക്കും. ലൈവില്ലാത്ത പരിപാടിയില്ല, അടച്ചതാകുമ്പോ ഒക്കെ ലൈവില്ല. അപ്പൊ നാളെ ഒരാൾ പറയണ്ട അത്തയ്യാത്ത ലൈവിലാക്കാൻ പറ്റുമോ? എല്ലാം വത്തൊക്കെ മാത്രമല്ല, അത്തയ്യാത്ത ലൈവില്ല, ഒക്കെ ലൈവ്. അപ്പൊ ലൈവില്ലാത്തൊരു പരിപാടിയില്ല. കാബത്തിന് അവിടേക്ക് പോവാ, എന്നിട്ട് കാബത്തിനെ കില്ലടിച്ചിട്ട് വരയെടുക്ക്, എന്നിട്ട് കുടുംബ ഗ്രൂപ്പൊക്കെ അടിച്ചു വിടുക, എന്നിട്ട് അടിയിൽ എഴുതാ 7ാമത്തെ ഉംറയാണ്, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇവന് 70 പ്രാവശ്യം പോയിട്ടും കാര്യമില്ല. ഇവിടെ എന്നാ അവിടെ പോയതിനേക്കാളും ഗുണമുള്ള ആൺകുട്ടികളും നാട്ടിലുണ്ടാവും. ഒക്കെ ലൈവാക്കും. അനങ്ങി അപ്പൊ ഫോട്ടോ എടുക്കുക, വിടുക, അടിച്ചു വിടുക. അതിന് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ചിന്തിക്കണേ, നമ്മുടെ ആയുസ്സിലുള്ള അയ്ബുകൾ അള്ളാഹു തആല മറച്ചേക്കണു, ആയുസ്സിലുള്ള നന്മകൾ അള്ളാഹു തആല പുറത്താക്കണു. ഇത് ഇനി ആയുസ് മാത്രമല്ല, ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ നിങ്ങൾ അറിഞ്ഞ വഅദ് മുഴുവൻ കേൾക്കാത്ത ചില അയ്ബുകൾ എനിക്കുണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ തൊള്ളോണ്ട് നല്ലത് നിങ്ങൾ പറയണേ, നിങ്ങൾ കേൾക്കണേ, പക്ഷെ എന്റെ കൽബിൽ മിന്നി മറിയണ ചിന്തകൾ എന്താ നിങ്ങൾ അറിയണ്ടാവും. അതറിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കേൾക്കൂല. കാരണം ഈ പറയണമെന്നായിരിക്കും ഇപ്പൊ കൽബിലുള്ളത്. ഉദാഹരണത്തിന് ഞാൻ ഇപ്പൊ അങ്ങനെ ചിന്തിക്കാണ്, ഇവിടെ കുറെ വയല് പറഞ്ഞിട്ട് എന്താ കാര്യം, കവറ് കിട്ടൂലല്ലോ. പൊതുപരിപാടിക്കാണെങ്കിൽ സ്റ്റേജിൽ പോയാൽ കവറ് കിട്ടും. അപ്പൊ സമയം വല്ലാതെ കൂട്ടണ്ട, കുറക്ക, കാരണം പൈസ ഇല്ലാത്ത വയലാണ്.
എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കണേ. അങ്ങനെ ചിന്തിക്കണം ചേട്ടാ. ഞാൻ പുറത്തു പോയിട്ട് വെറുതെ ഇത്തനാൻ്റെ നോമ്പൊറിക്കാൻ നിൽക്കണ്ട. എനിക്ക് സത്യത്തിൽ അള്ള പൈസ എന്നുള്ള ചൂടൊന്നും തലയിൽ കയറ്റിട്ടില്ല. ഇന്ന് 11 എനിക്ക് ഒരാളോട് പറഞ്ഞിട്ടുള്ളൂ. ഒരു വലിയ മലയാളി എന്നെ അത് വിളിച്ച്, വടാ മലയാളിയാ, ഭയങ്കര വാഗ്ദാനം ചെയ്ത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആള് മാറിയെന്ന് പറഞ്ഞു. മര്യാദക്ക് വിളിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ നോക്കും ഡേറ്റ് ഉണ്ടോന്ന്. അപ്പൊ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ള ഓരോ ഡേറ്റും തരില്ല. നിങ്ങൾക്ക് ആള് മാറിയതാണ്. കാരണം ഈ സാധനം തലേക്കാളെ കയറ്റി തന്നില്ല. അതിൻ്റെ അർത്ഥം ആരെങ്കിലും തന്നാൽ പോക്കറ്റിൽ വെക്കൂല എന്നൊന്നല്ല. ഇനി തരുമ്പോൾ വാങ്ങണ്ടോ നോക്കണ്ട, ഒക്കെ ഉണ്ടാവും. അത് പോക്കറ്റിൽ വെക്കുകയും ചെയ്യും, അത് നല്ല ഹൈറായ കാര്യങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഉണ്ട്. അല്ല അതിങ്ങനെ പൂജിച്ച് നടക്കണമെന്നില്ല. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ ഇങ്ങനെ മിന്നം അറിയാൻ നോട്ടുക. എന്താ ഇങ്ങനെ ഇനിയിപ്പോ പൈസ എന്നുള്ളതിൽ വേറെയും പലതും വരൂലേ, മനുഷ്യനല്ലേ. ആ കൽബിൽ ഇങ്ങനെ മിന്നി വരണ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങളെങ്ങാനും അല്ലെങ്കിൽ സ്റ്റേജിൽ വേള വരുമ്പോൾ പുറത്തുള്ള സംഘാടകരും നാട്ടുകാരൊക്കെ കാണണമെങ്കിൽ വേള മുഴുവനാവോ? അത് അള്ളാഹു തആല കാണിച്ചു കൊടുത്തില്ല. അള്ളാഹ് മാത്രം കാണും. പിന്നെ നല്ല കാര്യങ്ങൾ തൊള്ളയിൽ കൂടിയും കയ്യിൽ കൂടിയൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അള്ളാന്റെ ഒരു ഇത് 3 രൂപത്തിലല്ല, ഒരുപാട് രൂപങ്ങളിൽ അള്ളാഹു ഗഫാർ എന്ന പണി ചെയ്യുന്നുണ്ട്. ഈ അള്ളാഹിനെ കുറിച്ച് നമ്മളെ വിശ്വാസം എന്താ? യഹ്യ റളിയല്ലാഹു അൻഹു പറഞ്ഞ വിശ്വാസം, പടച്ചോനെ ഒറ്റ റഹ്മത്ത് ഭൂമിക്ക് ഈ ഇറക്കിയപ്പോ ആ റഹ്മത്തിന്റെ ഉള്ളിൽ പെട്ടാണല്ലോ ഇസ്ലാം. അതുകൊണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു. നിന്റെ 99 റഹ്മത്തിലേക്ക് ഈ ഒരു റഹ്മത്തും കൂടി കൂട്ടി വലിച്ച് 100 പവർ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങളെ മഹ്ശറിൽ വിചാരണ ചെയ്യുമ്പോ ഞങ്ങൾ എങ്ങനെയാ റബ്ബേ സ്വർഗത്തിൽ എത്താതിരിക്കുക? അത് റജാഇന്റെ ഹാലിൽ പറഞ്ഞു പോണതാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാ ഐബുകളെയും ശരീരത്തിലാണെങ്കിലും ആയുസ്സിലാണെങ്കിലും പ്രവർത്തനങ്ങളിലാണെങ്കിലും ഹൃദയങ്ങളിലാണെങ്കിലും അങ്കുരിച്ചുകൊണ്ടിരിക്കുന്ന, മുഴച്ചുകൊണ്ടിരിക്കുന്ന, നിഴലിച്ചുകൊണ്ടിരിക്കുന്ന, പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന, തലതല്ലി തകർന്നുകൊണ്ടിരിക്കുന്ന ഐബുകളെ മുഴുവനും മറച്ചു വെച്ചുകൊണ്ട് നന്മകളെ മാത്രം പുറത്തു കാണിക്കുന്ന അല്ലാഹ് ഈ മഗ്ഫിറത്തിന്റെ പത്തിലെങ്ങാനും നമുക്ക് മഗ്ഫിറത്ത് നൽകിയാൽ ആ മഗ്ഫിറത്തിൽ പെട്ടവൻ ഏത് വലിയ കാരങ്കൂസാണെങ്കിലും, ഏത് വലിയ തൊമ്മാടിയാണെങ്കിലും, ഏത് വലിയ നാടിനെ വിറപ്പിച്ച അക്രമിയാണെങ്കിലും മഗ്ഫിറത്തിൽ പെട്ടുപോയാൽ പരലോകത്ത് റീമാർക്കില്ല, കളിയാക്കലില്ല, തമ്മാടിയാണെന്ന ഓർമ്മയില്ല, ആളുകളുടെ സംസാരത്തിലില്ല, അവൻ നരകത്തിലുമില്ല, എവിടെയില്ല. അതുകൊണ്ടാണ് ചില മഹാന്മാർ ഒരു തമാശ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, മഗ്ഫിറത്ത് ആയതുകൊണ്ട് അള്ളാഹിന്റെ ആ സ്നേഹത്തിന്റെ ആധിക്യത്തിന് വേണ്ടി പറയാണ്. ചില മഹാന്മാർ പറഞ്ഞ് ഇത്ര ഹദീസുകൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ട് ചില കിതാബിൽ പറഞ്ഞ് ചില ആളുകൾക്ക് 2 ലോകത്തും സുഖമാണ്. ഇവിടെയും സുഖം അവിടെയും സുഖം. കാരണം ഇവിടെയും കള്ള് അവിടെയും കള്ള്. ഇവിടെയും കുറെ കള്ളു കുടിച്ചിട്ടുണ്ട്, പക്ഷെ നരകത്ത് കടന്നിട്ടില്ല. കാരണം മഗ്ഫിറത്തിന് വട്ടപ്പെട്ട് മഗ്ഫിറത്തിന് പത്തിൽ നിലയും വെളിയും കൂടി അള്ളാഹ് പറഞ്ഞ മുസാഫും ഖുർആനും പള്ളിയും തറാവിയും ഒക്കെ ആയി. അതോടുകൂടി കള്ളുടിച്ചൊക്കെ അള്ളാഹു തആല മലക്കളോട് പറഞ്ഞ് ആ കള്ളുടിച്ചൊക്കെയാണ് പൊരുത്തപ്പെട്ടു കൊടുത്താൽ മാത്രം പോരാ, ആ കള്ളുടിന്റെ സ്ഥാനത്ത് സംസം വെള്ളം എഴുതിച്ചാളെ. ആ കള്ളുടിച്ചതിന്റെ സ്ഥാനത്ത് പഠിച്ചാനെ ഇതിന്റെ പേരിൽ കുടിക്കൊഞ്ഞ് കുടുങ്ങിയ ആ കള്ളുടിച്ച സ്ഥാനത്തൊക്കെ സംസം വെള്ളം കുടിച്ചതിന്റെ അമലാണ് എഴുതിച്ചാളെ എന്നുള്ള പറയും. ആയത്ത് വേണോ? ഖുർആനാണ്, അത് മറച്ചിട്ട് കാര്യമില്ല. അള്ളാഹിന്റെ സ്നേഹം പറയുമ്പോ ഖുർആനൊക്കെ ഓതുണ്ട്. ഇത് മൗലൂദിന്റെ സൈഡ് നിർത്ത് പറയാന്ന് പറയണ്ട, ഇത് ഖുർആനാ. വ്യഭിചരിച്ചൊക്കെ പൊരുത്തപ്പെടുന്നു മാത്രല്ല, വ്യഭിചരിച്ചതിന് അള്ളാഹു തആല പറയാം അത് ഭാര്യനായിട്ട് ബന്ധപ്പെട്ട ആ സുന്നത്തിന് അമലാണ്ട് എഴുതിച്ചാളെ. ഉസ്താദ്മാര് വ്യാഴ്ച ഓടുന്നിട്ടില്ല ഞങ്ങള് ആ മക്കാമക്കാണ്ട് കയറ്റിക്കളയാറ് കടച്ചിരിക്കണ്. ഭാര്യനായിട്ട് ബന്ധപ്പെടലും വ്യഭിചാരവും പണി ഒന്നല്ലേ? ഒന്ന് ഹറാമ്, ഒന്ന് ചിലപ്പം ജായിസ് അല്ലെങ്കിൽ സുന്നത്ത്. സുന്നത്ത് അച്ഛനെ ഇനി നോമ്പൊരിക്കാൻ നിൽക്കണ്ട, പോയിട്ട് സുന്നത്താന്ന് പറഞ്ഞിട്ട് ആണ്ട് പോയിട്ട് അമുക്കാൻ നിൽക്കണ്ട. അള്ളാന്റെ റസൂൽ ഇത് പറഞ്ഞപ്പോ സഹാബാക്കൾ ചോദിച്ചു, സുന്നത്തോ ഭാര്യനായിട്ട് ബന്ധപ്പെടലോ ആ കൂലിയുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അതൊരു വികാരം പൂർത്തിയാക്കല്ലോ മുത്തനബിയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ആ വികാരം ഇവിടെ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ വേറോടത്ത് പൂർത്തിയാക്കൂലേ, അതന്നെയാണ് ഇതിന് കൂലി എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ഈ സുന്നത്തുമ്മ മാത്രം കൂടാൻ നിൽക്കണ്ടട്ടോ എല്ലാവരും. എന്താണ് അള്ളാഹിന്റെ റഹ്മത്ത്? അതാണ് ചില മഹാന്മാർ പറഞ്ഞ് ചില ആൾക്കാർക്ക് ഇവിടെയും സുഖം അവിടെയും സുഖം, ഇവിടെയും കള്ളും പെണ്ണും ഒക്കെ കൂടി, അവിടെ പോയപ്പോ അവിടെയും കള്ളും പെണ്ണും.
കാരണം എന്താ? മഗ്ഫിറത്തിന്റെ 10 കരഞ്ഞതാണ്. മഗ്ഫിറത്തിന്റെ 10 കരഞ്ഞിട്ട് പിന്നെ ശവ്വാൽ 1 കോച്ചറായിത്തരം തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് സൈഡ് എഫക്ട് ഉണ്ടാക്കാൻ നിൽക്കണ്ട. പണ്ട് ആരോ പറഞ്ഞാല് ഖിയാമത്ത് അടയാളം എങ്ങനെ പറയാൻ മൂല്യര്, അപ്പൊ പറഞ്ഞ് കള്ളുടി വർദ്ധിക്കലാണ് പറഞ്ഞു. അപ്പൊ കുടിച്ചിന്ന് ഓരോ ആൾക്കാർ പറഞ്ഞു നമ്മളിഞ്ഞ് കൂടി നിർത്തേണ്ട, കാരണം അള്ളഹാനോട് സഹകരിക്കുക. കള്ളുടി വർദ്ധിച്ചില്ലെങ്കിൽ ഖിയാമത്ത് ഉണ്ടാവില്ലല്ലോ, അപ്പൊ അള്ളാഹ് കൊടുങ്ങൂലേ. അപ്പൊ പരമാവധി കുടിച്ചങ്ങാണ്ട് അള്ളഹാനോട് സഹകരിക്കുക എന്ന് പറയും. അത് വേണ്ട. ഇതൊക്കെയാണ് കേട്ടാൽ മുഅ്മിനീങ്ങൾ തെറ്റിദ്ധരിക്കലോ അല്ലെങ്കിൽ ജീവിതത്തെ മോശത്തിലേക്ക് തിരിക്കല്ല. ഇതൊക്കെയാണ് കേട്ട ഇതാണോ എന്റെ റബ്ബ്, എന്നാ നീ കുടിക്കൂല, വ്യഭിചരിക്കൂല എന്ന് മാത്രമല്ല പെണ്ണിനെ നോക്കൂല, ഞാൻ ഇന്ന് മുതൽ റെഡിയാണ് എന്ന് തീരുമാനിക്കും. അതിനതൊക്കെ പറയുന്ന അള്ളാഹിന്റെ റഹ്മത്ത് പറയണത് കേടുവരാൻ വേണ്ടി പറയല്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചിന്തിക്കണേ. ഇസ്തിഗ്ഫാർ കൊണ്ട് 2 ലോകം നേടിയെടുക്കാൻ പറ്റും. 2 ലോകം. ഒരു ആയത്തെ ഞാൻ ഓതിയിട്ടുണ്ട്, അതിന് അർത്ഥം എനിക്ക് വെക്കാൻ സമയം ഉണ്ടോന്ന് അറിയില്ല, വളരെ പെട്ടെന്ന് ഞാൻ വെച്ചുതരാം. ആലി ഇമ്രാനിലെ ആയത്താണെന്ന് എന്റെ ഓർമ്മ. 135 നമ്പറാണ്. മഗ്ഫിറത്തിലേക്ക് വിളിച്ചപ്പോ അല്ലാഹു തആല ഓടി വരാൻ പറഞ്ഞു. ഹൈ സ്പീഡിൽ വാ, താറി വരല്ലേ, വേഗം വാ. ഇല്ല മഗ്ഫിറത്തി മിർ റബ്ബിക്കും എന്ന് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയാന്ന് മാത്രല്ല അതിന്റെ അർത്ഥം. തഫ്സീറിലുണ്ട് മഗ്ഫിറത്തും ജന്നത്തും കിട്ടണ എല്ലാ അമലിലേക്ക് ഓടി ഇങ്ങോട്ട് വാങ്ങും. അതിൽ പ്രധാനപ്പെട്ട ഒരു അമലാപ്പങ്ങളെ ഇരുത്തം. ഇത് ചിലപ്പങ്ങൾ ഇന്ന് പകല് ചെയ്ത ഏറ്റവും വലിയ അമൽ ഇതായിരിക്കും, ചെറുതല്ലത്. ആ കൂട്ടത്തിൽ ഈത്തിക്കാവ് നിയത്തോണ്ട് വെച്ചു കൊടുത്താളി എന്നാ നെയ്യപ്പം തിന്നും പോലെയാണ്. കാരണം പള്ളിക്ക് സാധനമായി തലേക്ക് എണ്ണയായി. നെയ്യപ്പം നിന്നാല് കയ്യിൽ എണ്ണ ഉണ്ടാവൂലേ, അത് തലേക്കാണ്ട് തക്കാലോ. ഈത്തിക്കാവ് നിയത്താണ്ട് വെച്ചു കൊടുത്താളി വെറുതാവൂല. പോണം എന്നുള്ളവർ പോയും ചെയ്തോളി, കാരണം വാതിൽ കുറച്ച് വീശില്ല. ഇനിയിപ്പോ എത്ര തട്ടിയുള്ളവർക്കും പോവും ചെയ്യാം. ആണ് തുറന്നാൽ മതി. ആരും ഇവിടെ പിടിച്ചിട്ടില്ല. പോണ ആൾക്കാർ ഞാൻ പറയാം മറ്റുള്ളവർ മാറിക്കൊടുക്കുക, അവരാണ്ട് യാത്ര അയക്കുക, ഒരു കുഴപ്പമില്ല. കുടിച്ചാലല്ലേ ഇപ്പൊ നിങ്ങൾക്ക് പുറത്തു പോയിട്ട് അയാൾ കുറെ സമയം സംസാരിക്കും. എനിക്കെന്താ സംസാരിക്കാൻ ബോധ്യമുള്ള ആളാ. ഞാൻ സഭാകമ്പം തീർന്ന ആളല്ലേ, നിങ്ങളെ അടിയിൽ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കണം എനിക്ക്. പിന്നെ എന്താ ഇതൊക്കെ എന്താ എന്റെ ഏറ്റവും വലിയ അമലിതാ. കാരണം ഇവിടെ ഇപ്പൊ നിങ്ങൾ കവറ് തരൂല നിങ്ങൾക്ക് ഉറപ്പാണ്. രാത്രിയും പകലൊക്കെ സ്റ്റേജ് പോലെ അവിടുന്ന് കവർ ഇട്ടു. ഇന്നലെയും കിട്ടിയിട്ടുണ്ട് കരിപ്പൂരിന്ന് കവറ്. കാണണം, ഞാൻ നോക്കിയിട്ടൊന്നുമില്ല, ഇവിടെ നോക്കിയില്ല, എത്ര അവിടെ കൊണ്ടിട്ടു. ഇപ്പൊ പക്ഷെ ഈ ഇരുത്തത്തിൽ കവർ കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് വലിയൊരു അമലാണെന്ന്. അതാണ് പിന്നെ കാരണം ഇൽമോണ്ട് ജോലിയാകുന്നതിന് മേലെ അമലില്ല എന്ന് ആൺകുട്ടികൾ എഴുതി വെച്ചത്. ഫൈനൽ മിൻഹാജിന്റെ തുടക്കത്തിൽ കാണാം ഇമാം നവവി തങ്ങൾ എഴുതി വെച്ചാണ്. അവരെക്കാൾ ഇത് പറയാൻ അർഹത ആർക്കാനുള്ളത്? അതുകൊണ്ട് അള്ളാഹു ഈ സാഹസ് കബൂലാക്കി തരട്ടെ. ഇതിന്റെ മേലെ അമലില്ല. ഇതാണ് വലിയ അമൽ. ഇതിന് മേലെ അമലില്ല. അതുകൊണ്ട് ചിന്തിക്കണേ. നിങ്ങളുടെ റബ്ബിൽ നിന്ന് മഗ്ഫിറത്ത് കിട്ടാൻ പറ്റുന്ന നല്ല നല്ല സൗഭാഗ്യ സുഹൃതങ്ങളിലേക്ക് നിങ്ങൾ ഉളരുക. ജന്നത്തിന് സ്വർഗത്തിലേക്ക് ഓടിവാ. പിന്നെ സ്വർഗത്തിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞ അർളുഹ. അർള് എന്ന് അറബി പറഞ്ഞ വീതി എന്നാണ്. വീതി ആരും അളക്കലില്ല, നീളാണ് ആൾക്കാരുള്ളത്. തൂല് എന്നാ പറയണ്ടേ വീതി എന്ന് പറഞ്ഞത്. കാരണം എന്താ വീതി എന്ന് പറയേണ്ട, തൂല് എന്ന് പറയേണ്ട അടുത്ത് വീതി എന്ന് പറയുന്നത് ഭാഷയിൽ അതൊരു മുബാലകത്ത് വിഷയത്തെ കട്ടികൂട്ടാൻ വേണ്ടി പറയാണ്. തൂലുഹ എന്ന് പറയേണ്ട വീതി എന്നാണ്. കാരണം തൂലന്നെ പുടുത്തം വിട്ടതാണ്. എത്ര സ്വർഗത്തിന്റെ നീളം? സ്വർഗത്തിന്റെ അർള് എത്ര? അർളുഹ. അതിന്റെ അർള് എത്ര? അസമാവാത്തു അല്ല, 7 ആകാശം 7 ഭൂമി. 7 ആകാശം 7 ഭൂമി. എന്താ ആകാശത്തിന് വലുപ്പം എത്ര? ഭൂമിന്റെ എത്ര? ഒന്ന് നമുക്ക് ഭാവനക്ക് അതീതാണ് അതൊക്കെ. ഭൂമിന്റെ അളക്കാം, ആകാശത്തിന് അളക്കാൻ പറ്റുമോ? അപ്പൊ 7 ഭൂമി 7 ആകാശം അതിന്റെ നീളം. അതാണ് സ്വർഗത്തിന്റെ വീതി. വീതി എങ്ങനെയാണെങ്കിൽ നീളം എത്ര ഉണ്ടാവും? ഒഴിത്തത്തി എന്നൊരൊറ്റ വാക്കുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു പറയുന്നുണ്ട് സ്വർഗം ഇപ്പൊ തന്നെ ഉണ്ട്. അങ്ങനെ മാലിയാണ് അള്ളാഹ് ഉപയോഗിച്ചത്. ഒഴിത്തത്ത് തയ്യാറാക്കപ്പെട്ടു കഴിഞ്ഞു. ത്വഅത്തുന്നല്ല, തയ്യാറാക്കപ്പെടുന്നല്ല, തയ്യാറാക്കപ്പെട്ടു കഴിഞ്ഞു. ഒഴിത്തത്ത് ജന്നത്ത്, ഒഴിത്തത്ത് ആ ജന്നത്ത് തയ്യാറാക്കപ്പെട്ടു കഴിഞ്ഞു. മാലി ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലായി വഹിയൽ മഖ്ലൂഖത്തുൽ ആൻ, അതിപ്പം നിലവിലുള്ള സാധനമാണ്. പിന്നെ ചോദിക്കോ എവിടെയെന്ന്? ഈ ചോദ്യം റസൂലുള്ളാഹിനോട് വെച്ചിട്ടുണ്ട്.
മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ വിളിക്കണ സ്വർഗം എവിടെ? അപ്പൊ അള്ളാന്റെ റസൂൽ ചോദിച്ചു, ഉള്ളതൊക്കെ അപ്പൊ തന്നെ മുന്നിൽ കാണണമെന്ന് വെച്ചു. അല്ല എങ്ങനെ വിശ്വസിക്കാൻ വെച്ചു. അപ്പൊ മുപ്പരോട് വെച്ച്, ജി രാത്രി ഉണ്ട് എന്ന് വിശ്വസിക്കണ്ടോ? ദൂർക്കാണ് ചോദിക്കണം. ഉണ്ട്. രാത്രി എവിടെ എന്ന് വെച്ചു. എന്താ മറുപടി? അപ്പൊ അയാൾ പറയും, രാത്രി ഇപ്പൊ വേറെ സ്ഥലത്താണുള്ളത്, അത് പകലാണ്ട്. അങ്ങനെ തന്നെ ഉണ്ട്. സ്വർഗ്ഗം ഇപ്പൊ വേറെ സ്ഥലത്താണുള്ളത്, ദുനിയാവാണ്ട് നീങ്ങി ആ സാധനം കണ്ട് വരും. അയ്യവ എന്താ മറുപടി! ഒന്നൊന്നര മറുപടി അല്ലേ മുഹമ്മദ് മുസ്തഫ. കാരണം സാധനം ഇപ്പൊ ഉണ്ട്. ഒറ്റ വാക്ക് മതി ഇപ്പൊ നിലവിലുണ്ട് എന്നുള്ളത്. മുത്തഖീങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ടതാണ്. ഇനിയുള്ളതാണ് നമ്മളെടുത്ത് ഉണ്ടോ നോക്കേണ്ടത്. പക്ഷെ അത് കേൾക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടോ? സമയം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോമ്പറക്കുണ്ട് എന്നല്ല പറഞ്ഞിട്ട്, സമയം ഉണ്ടെന്നല്ലേ. അങ്ങനെ ചിലത് ഈ സമയത്തൊക്കെ മാറിപ്പോകും പറഞ്ഞത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മൻസൂർ ഉണ്ടായിരുന്നു, വിശന്ന് പൊരിഞ്ഞിരിക്കുക. അപ്പൊ ശശിമാഷ് അവനോട് വെച്ച് രണ്ടും എത്രയും നേരം ഓൻ പറയും 4 പൊറോട്ട അറിഞ്ഞു. കാരണം ഓൻ്റെ മനസ്സിലുള്ളൊക്കെ പൊറോട്ടയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നോമ്പറേ ഓർമ്മയിലുള്ളൂ. ഞാൻ എന്നാലേ ഇനിയുള്ളതാണ് നമുക്ക് വളരെ ബന്ധപ്പെട്ട് ജീവിതത്തിൽ സ്വാംശീകരിക്കേണ്ട ആശയമുള്ള ഭാഗങ്ങൾ. കേട്ടോളൂ. ആരാണ് ആ മുത്തഖീ? അതിലാണ് ബലപ്പെടുന്നത്. അല്ലദീന ഒരു വിഭാഗമാണ് യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ, രോഗമുള്ള സമയത്തും രോഗമില്ലാത്ത സമയത്തും ദർസ് എടുത്തുന്ന ആളാണ്. ഒന്നാമത്തെ അർത്ഥം. കുറച്ചൊക്കെ പനിയും ചുമയൊക്കെ ഉണ്ട്, എന്നാലും വേദം അറിയുന്നേ യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ. പിന്നെ കച്ചവടം പൊടിക്കുന്ന സമയത്തും കച്ചവടം കുറച്ച് ഡിമ്മായാലും വരുന്ന ആളുകൾ മടക്കി വിടാത്ത മുതലാളി, മുദരിസിന്റെ ബാക്കിൽ മുതലാളി വരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല മുതലാളിമാരൊന്നും താഴ്ത്തണ്ട. നാളെ വലിയ മുത്തഖീങ്ങളായ ഔലിയാക്കളായ മുദരിസുമാർ സ്വർഗത്ത് പോകുമ്പോ അല്ലാഹു പറയും, എവിടേക്കാണ് സ്വർഗത്ത്? എനിക്ക് ആ കച്ചവടക്കാരൻ മുതലാളി ഉള്ളതുകൊണ്ടല്ലേ സൗകര്യമായിട്ട് ദർശനം എടുത്താൻ പറ്റിയത്. കിതാബ് വാങ്ങി തന്ന മൂപ്പരല്ലേ, കുട്ടികൾക്ക് ചോറ് കൊടുത്തിന്ന് മൂപ്പരല്ലേ, തുണികുപ്പാൻ കൊടുത്തിന്ന് മൂപ്പരല്ലേ, എൻ്റെ കുറെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ മൂപ്പരല്ലേ നോക്കിയത്. എന്നിട്ട് മൂപ്പരില്ലാതെ ഒറ്റ കണ്ടു പോവാ, കൈ പിടിച്ച് പോകാൻ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ കൊടുത്തിട്ട് മുതലാളിയും മുത്തഖിയായ മുദരിസും ഒപ്പാ പോവാ. മുത്താലിമ്യങ്ങളൊക്കെ കണ്ടാണ്ടല്ലോ മക്കളെ പോലെ ചേർത്തി പിടിക്കണത്. വെറുതാവൂല, ഒരിക്കലും വെറുതാവൂല. നേരെ കീക്കാൻ തൂക്കമുള്ളവരുണ്ട്. ഇപ്പൊ അടുത്തൊരു മുദരിസിനോണ്ടാണ് ദർശനം മാറിയണത്. എന്താന്ന് വെച്ച് അവിടെ 2 തന്താരുണ്ട്, നാവുകൊണ്ട് സൈയിട്ട്. എന്തെന്ന് വെച്ച് ഇവരെ പണി മുത്താലിമ്യങ്ങളെ വെയ്ത്താൻ നടക്കലാണ്. ഒരു തുണി ഞെരിയാണി കീപ്പിട്ട് എടുത്തുക്കണോ, ഔതും കറക്കുന്ന വെള്ളം തുറപ്പിക്കണ്ടോ, പിന്നെ മറ്റേ മൂത്രപ്പന്നെ മതിലുമ ഇനീഷ്യൽ എഴുതി വെച്ചിക്കണോ, ഇതൊക്കെ നോക്കിയാൽ മുത്താലിമ്യങ്ങളോട് അറിയില്ല. ഒരു പറയില്ല. പിന്നെ അങ്ങാടി പോയിട്ട് ഐറ്റിങ്ങൾ ഒന്നാവൊന്ന് കുഴഞ്ഞിട്ട് പറയാൻ ഐറ്റിങ്ങൾ നന്നായി പിന്നെ ഒക്കെ കഴിഞ്ഞില്ലേ. ദേഷ്യം കൊണ്ട് പറഞ്ഞു ഇതാണ് വലിയ മുതൽ എന്നോട് പറഞ്ഞതന്നെ അറമെന്നാ. അപ്പൊ ഈ ആൾക്ക് ഉസ്താമാരെ മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടാവൂലേ. ഇവിടെ പിന്നെ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, ഞാൻ ഒന്നിങ്ങനെ സ്റ്റെക്കായതാണ്, ഉണ്ടോല്യം തപ്പിയതപ്പൊ നോക്കുമ്പോ ഇല്ല. ഈ നാളെ ഉണ്ടാകണ അപകടത്തിന് തൊട്ട് അള്ളാഹു കാക്കട്ടെ. കാരണം മനുഷ്യന്മാരാണ്. 10-40 ഒരു ഹാളിൽ ഇങ്ങനെ താമസിക്കുക. നിങ്ങളെ വരയിൽ 20 പേരെ കുട്ടികളുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഒക്കെ നിങ്ങളെ കുട്ടികളും. ഈ 20 ആര് തന്നെയാണ്? മുതൽ നിങ്ങൾ തന്നെയാണ്. എന്നിട്ട് ഐറ്റിങ്ങളെ പോറ്റ എത്ര പാടുണ്ടാവും. ഇത് 40 എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വന്നതാ, ഒരു വാപ്പാന്റെ അല്ല, 40 വാപ്പാരുതാ. അപ്പൊ ചിലപ്പം ഔദങ്കർക്കെന്ന് എന്താക്കും, അവർക്ക് എന്താക്കും, ഈ ബത്തക്കന്റെ തോലുണ്ടല്ലോ ഒന്നാണ്ട് കണ്ടറിയുന്നത്, അങ്ങോട്ട് ഫോട്ടോ എടുക്കുക. എന്നിട്ട് നേരെ ജംഗ്ഷനിൽ പോവാ. കാരണം നിങ്ങൾ പള്ളിയിൽ അടക്കണത് കണ്ട. ഇവനാണ് ആധുനിക ദജ്ജാൽ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം മലക്കളൊന്നല്ലല്ലോ പള്ളിയിലുള്ളത്. അപ്പോ ഇത് മുതലാളിമാര് നല്ല മുതലാളിമാരുണ്ട്. പഠിച്ചവനെ നല്ല ധർമ്മം ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഹൈറും ബർക്കത്തും ചെയ്യണേ അല്ല. ഇതിന്റെ പേരിൽ മൂല്യർക്ക് 1 റുപ്യ നിങ്ങൾ വരണ്ട, അതിന് പറഞ്ഞതുമല്ല. ഞാൻ അങ്ങനെ കരുതണ്ട. എനിക്ക് നിങ്ങൾ സക്കാത്തിന് പൈസ ഒന്നും തരണ്ട, അതിന് പറഞ്ഞതല്ല. പക്ഷേ നല്ല സ്വതക്ക ചെയ്യുന്ന മുതലാളിമാർ ഈ സാസിലുണ്ട്. അവരെ കച്ചവടത്തിലും പൈസയിലും സമയത്തിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ചിന്തിക്കണേ. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ. ഇനി കേട്ടോളൂ, ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോണം. വൽ കാളിമീനൽ ഗൈള. ദേഷ്യം പിടിച്ചു വെക്കുക. ദേഷ്യം എല്ലാവർക്കും ഉണ്ടാവും, അത് പിടിച്ചു വെക്കണം. ആവശ്യമില്ലാത്തടത്ത് ഉപയോഗപ്പെടുത്തരുത്. ദേഷ്യം അല്ല തന്നെന്തിനാ? ആവശ്യമുള്ളടത്ത് ഉപയോഗപ്പെടുത്താനാ. ആവശ്യമുള്ളടത്ത് ഉപയോഗപ്പെടുത്താതിരിക്കരുത്, ആവശ്യമില്ലാത്തടത്ത് ഉപയോഗപ്പെടുത്തും ചെയ്യരുത്. രണ്ടുണ്ടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കലമൽ ഗൈള
വഹുവ യഖ്ദിറു അലാ ഇൻഫാദി മലഅ അല്ലാഹു ഖൽബഹു അംനൻ വഈമാന. മുഹമ്മദ് മുസ്തഫ ഇമാം തുർമുദി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്താണ്. ആരെങ്കിലും ദേഷ്യം വന്നിട്ട് അത് നടപ്പിലാക്കാതെ പിടിച്ചു വെച്ചു, എന്നിട്ട് റസൂലുള്ളാഹി പറയാൻ മറന്നില്ല, ഓ യഖ്ദിറു അലാ ഇൻഫാദി, ഓനക്ക് നടപ്പിലാക്കാൻ കഴിയും. അല്ല, കയ്യായിരുന്ന പിന്നെ പിടിച്ചേക്കെല്ലാം തട്ടുക. നമ്മളപ്പോ ഒരാൾ ഇങ്ങനെ അസഭ്യം പറയുന്നത്, നമ്മക്കാണെങ്കിൽ ഒരു മേനയില്ല, രണ്ട് കൈയും തളർന്നിങ്ങനെ, കാലിനാണെങ്കിൽ മേനയില്ല, ഊരാണെങ്കിൽ വേദന കൊണ്ട് പിടഞ്ഞിക്കോണം. അപ്പൊ അങ്ങനെ ചലക്കുമ്പോ നമ്മള് ഞാൻ ക്ഷമിച്ചിട്ടാ അതിന് നീക്കാൻ കഴിയണ്ടേ. ഇവൻ ഒരു പ്രശ്നമില്ല, മസിലും കണ്ട് തുറിച്ചിട്ട് ചെസ്റ്റ് കണ്ട് നല്ല വീതി ഉണ്ട്, കവളൊക്കെ മസിലുണ്ട് കൊണ്ട് തുറിച്ചിട്ട് നീച്ച ഒറ്റടിക്ക് 12 ടീം. അങ്ങനത്തെ ഒരാളെ മുമ്പിൽ ഊതിയാ പറഞ്ഞ ഏർക്കളി മോഡലുള്ള ചാവാളി എന്നിട്ട് ചലക്കുക. അപ്പൊ അവന് ആയിക്കോട്ടെ സാരില്ല, അഹമ്മദ് പോയിക്കോ, ചായ വേണോ? ഇവനെ കുറിച്ചാണ് പറഞ്ഞത്. മല അല്ലാഹു ഖൽബഹു അംനൻ വ ഈമാന. ആ പണി ചെയ്യലോടുകൂടി അവന്റെ കൽബിൽ അല്ലാഹു തആല ഈമാൻ ഉണ്ടാക്കി തരും, സമാധാനം ഉണ്ടാക്കി തരും, നിർഭയത്തുണ്ടാക്കി തരും. മുഹമ്മദ് മുസ്തഫ. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാരെ, ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ? കണ്ടില്ലേ? ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാർ. നല്ല ആരോഗ്യമുണ്ട്, അതൊന്നും ഉണ്ടല്ലോ, ഒന്നും ഉണ്ടല്ലോ. കഴിഞ്ഞിരിക്കാൻ ഉണ്ടാക്കും. നമ്മൾ ചോദിച്ചാൽ അവര് പാവല്ലേ, അവന്റെ സ്വഭാവമല്ലേ, സാരല്ലേ, നമ്മളെ കുട്ടികളല്ലേ. മല അല്ലാഹു ഖൽബഹു അംനൻ വ ഈമാന. നേരെ തിരിച്ചുകൊണ്ട് ഒന്നിനും കഴിയൂല എന്നിട്ട് പറയാം അടങ്ങിന്നോ, എന്റെ വാപ്പാരാന്ന് എനിക്കറിയോ. അതിൽ കാണാൻ മറ്റം വന്നിട്ട് പെട്ട ഒരൊറ്റ അടി, അതിൽ ഇസ്തിരിപ്പെട്ടി ചേച്ചായി എന്നാ ആദ്യം തന്നെ വർത്താനം പറയാൻ പോണം. അങ്ങനത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മള് വേണ്ടത് ആദ്യത്തെ കൂട്ടത്തിൽ പെടാം. കരാട്ടയും കളരിയൊക്കെ പഠിച്ച ആൾക്കാർ ഇതിലുണ്ടാവും. എന്തിനത് പഠിക്കുന്ന കാര്യങ്ങള്? തല്ലാനല്ല, തല്ലുള്ളോടത്ത് ഓടാനാ. ഓടാനും വേണ്ട കുറച്ച് മേന, അല്ലെങ്കിൽ പറിച്ചിട്ട് ഓടാൻ കഴിയില്ലല്ലോ. കള്ളനെ കണ്ടാല് ഓടണമെങ്കിൽ ആരോഗ്യം വേണ്ടേ? അല്ല കള്ളന്മാരെ നേരക്കൊക്കെ നമ്മൾ കരാട്ടാന് പഴയ കാലത്തിൽ വീശാൻ നിൽക്കേണ്ട, കാരണം ഓലെടുത്ത് വേറെ സാധനം ഉണ്ടാവും. അതിന്റെ അടി കൂടി കുത്തിയ കരാട്ടയും കളരി ഒന്നായിട്ട് കാട്ടുപോകും. ഇതുള്ള കാലിനൊരു മെന ഇട്ടണം ഓടാന്, അതിനാണ് കരാട്ടയും കളരിയൊക്കെ പഠിക്കുന്നത്. അല്ല മനുഷ്യന് മേക്കെട്ട് കയറാനില്ല. അതൊക്കെ പഠിക്കണമല്ല, രക്ഷപ്പെടാനാ, ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാനാ, ശത്രുവിനെ കൊന്നൊടുക്കാൻ വേണ്ടിയല്ല അത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനുഷ്യന്മാരോട് കലുമൽ വായും, അത് വലിയൊരു വിഷയമാണ്. ദേഷ്യം പിടിച്ചു വെക്കുക. ചരിത്രത്തിൽ ഒരു മഹാണ്ട്, അവരെ പേരെന്നെ മൂസൽ കാലിം എന്നാണ്. കാലിം നമ്മടൂല, കാരണം കാലിം തന്നെ ദേഷ്യം വന്നാ പിടിച്ചേക്കുന്ന ആളെന്നാണ്. ആ പേര് ഉമ്മയും വാപ്പിയിടൂല എന്ന് ഉറപ്പാണ്. അത് നാട്ടുകാരിട്ട പേരാണ്. ഈ കാരണം എന്താ പറയുക, ഈ മഹാനെ ഒരിക്കൽ പള്ളിയിൽ നിന്ന് വരി പോവാം. അപ്പൊ ഒരു കള്ളുടിയാൻ ബാക്ക് കുടിക്കണം. മൂപ്പര് കള്ളുടിക്കെതിരൊക്കെ പ്രസംഗിക്കുന്ന ആളുമാണ്. മൂപ്പര് ബാക്ക് കൂടിയിട്ടായിരുന്നു കൊരങ്ങേ ആരെയും പറഞ്ഞു മാലിയിലെ ഖത്തീബിനെ. അപ്പൊ നിങ്ങൾ അവിടെ ഇരുന്ന് കണ്ട് കുരങ്ങ നിർത്തിക്കാളെ തന്നെ നിങ്ങൾ നോമ്പറക്കോ? ഞാൻ കുരങ്ങിന്റെ സ്വഭാവം കാണിക്കൂലേ? നിങ്ങൾ മിണ്ടാത്തതെന്ന് ആ കാണിക്കും. കാരണം മനുഷ്യനാണ്, എന്തെങ്കിലും കേട്ടാ പ്രഷർ എടുക്കൂലേ? കുരങ്ങേന്ന് മൂല്യരെ വേക്കെ പോയിട്ട് മൂപ്പരൊന്നും മുണ്ടില്ല. പിന്നെ കിട്ടുന്ന മൃഗങ്ങളെ പേര് മുഴുവൻ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഒന്നും മുണ്ടില്ല. പോത്തെ, നാരിയെ, കരടിയെ, മറ്റേ ഖിൻസീറൊക്കെ വിളിച്ചു, മുണ്ടില്ല. അവസാനം വിളിച്ചോന്ന് ദേഷ്യം പിടിച്ചു. ഓ മുന്നിൽ നിന്നിട്ട് പറഞ്ഞു, മൂല്യരെ. മൂല്യരൊന്നും വിളിച്ചല്ല, ഞാൻ നിങ്ങളെയാണ് വിളിക്കണേ പറഞ്ഞു. ഈ പോത്ത് കുരങ്ങനൊക്കെ വിളിക്കണേ നിങ്ങളെയാണ്. അപ്പൊ മുപ്പര് പറഞ്ഞു, ജിന്നെയാണ് വിളിക്കണമെന്ന് എനിക്ക് മനസ്സിലാക്കണം, അതുകൊണ്ടാ ഞാൻ മുണ്ടാത്തേ. കാരണം ഞാൻ പോത്താണെന്ന് എനിക്കും അറിയാം. ഈ വിളിക്കണ എന്നെന്ന് അറിഞ്ഞോണ്ടല്ലേ ഞാൻ മുണ്ടാത്തത്. കാരണം ഞാൻ പോത്താന്ന് എനിക്കും അറിയാം, അതിനേക്കാളും എനിക്കും അറിയാം, അതുകൊണ്ടാ മുണ്ടാത്തത്. അതിവൻ ആകണ്ടോ എന്നെ പാമ്പോയ കുറവൻ്റെ ഐഡിയ. എന്നിട്ട് മുപ്പര് പറഞ്ഞേ, ഇതൊരു കാര്യം ചെയ്യ്, ആ വിളക്ക് കത്തിക്കണ വീടുണ്ടല്ലോ, അതിൻ്റെ വീടാ. അവിടെ എൻ്റെ മോന് പുസ്തകം വായിക്കണം, അതുകൊണ്ട് ആ വിളക്ക് കത്തണത്. അതിൻ്റെ മൂത്ത മോനാ. അവിടെ വന്നിട്ട് ജിന്നെ പോത്തേന്ന് വിളിച്ചാൽ ഓന് ഞാൻ പോത്തല്ല, വാപ്പയാണ്. അപ്പൊ അതുകൊണ്ട് ഇതുവരെയുള്ള കളിയാവൂല അവിടുന്ന് ഉണ്ടാകാം. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് ഇനി വല്ല മൃഗത്തിന്റെ പേര് ഇന്നെ വിളിക്കണം എന്നുണ്ടെങ്കിൽ പൊന്നു മോനെ ഞാൻ നിന്നേരെ വിളിച്ചുവിടുകയാണ്. എങ്ങനെയുണ്ട് മറുപടി? അതിലിവന് പൊട്ടി കരഞ്ഞിട്ട് കാൽമക്കാണ്ട് വീണ് ഇവ മൂപ്പര മുരീതായി. അങ്ങനെയുണ്ട് ഒരു തെർബിയത്ത്. ആളെന്നെ മാറിപ്പോയി, മൂപ്പരെ കൊണ്ട് നന്നായി. ഇബ്രാഹിം നദം കുളിക്കാൻ വേണ്ടി പുഴയ്ക്കായപ്പോ ഒരു ജൂതണ്ട് പട്ടിക്കുട്ടിനേറ്റ് വരുന്നു. അപ്പൊ ജൂതന് ഇബ്രാഹിം നദിനെ കണ്ടപ്പോ ആലകി, കുറേ താടിയൊക്കെ ഉണ്ട്. ജൂതൻ പറഞ്ഞേ, എന്റെ ഈ താടിനേക്കാൾ എത്ര നന്നാടാ എന്റെ പട്ടിന്റെ പാല്. എന്താ വർത്താനൊക്കെ അല്ലേ? നമ്മളാണ് ഈ കൈ കിട്ടിയിട്ട് മളക്കൂലേ?
നിന്റെ വലിയൊരു ആലിമിനോടും സാഹിദിനോടല്ലേ പറയണേ, റഈസു സുഹാദല്ലേ, നിന്റെ താടിനേക്കാളും മുന്തിയതാണ് നിന്റെ പട്ടിന്റെ പാല്. അതിൽ ഇബ്രാഹിം അത് മറ്റ കരച്ചില്ല, ബക്കാ ഇബ്രാഹിം അത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിഷേധിക്കണില്ല, സാധ്യത ഉണ്ട് എന്ന്. ഞാൻ പറഞ്ഞത് ഞാൻ നിഷേധിക്കണില്ല, അതിന് സാധ്യത ഉണ്ട് എന്ന്. കാരണം എന്താ, ഞാൻ ഈ താടിയൊക്കെ വെച്ച് ഈ തലക്കെട്ടൊക്കെ കെട്ടി നാളെ മഹ്ശറിൽ എന്നെ ഹിസാബ് നടത്തുമ്പോൾ അവിടെ ഞാൻ പൊട്ടിയാല് ഈ താടിയും വലിച്ചിട്ട് പെരടിയും കണ്ട് ചുറ്റിയിട്ട് മലക്കൾ നരകത്ത് കൊണ്ടുപോയിടും. എൻ്റെ നായ ഏതായാലും നരകത്തിലുണ്ടാവില്ല, എൻ്റെ നായക്ക് ഹിസാബില്ല. അങ്ങനെ ഒരു ഗതി നാളെ എനിക്ക് വരികയാണെങ്കിൽ എൻ്റെ താടിനേക്കാളും നല്ലത് എൻ്റെ നായൻ്റെ വാൽ തന്നെയാണ്. അല്ല, ഞാൻ ഹിസാബിലെങ്ങാനും രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തിയാൽ ഈ താടി നിന്റെ നായന്റെ വാലിനേക്കാളും മുന്തിയതാണ്. അത് തീരുമാനം ഇവിടുന്ന് ആക്കാൻ പറ്റൂല, അവിടുന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. യഹൂദി ആണ്ട് പൊട്ടിക്കരഞ്ഞു, അവരെ കാൽമ വീണു, എണീറ്റിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇങ്ങനെ ഒരു ദീനുണ്ടായിരുന്നു. അത്തിപ്പറ്റ ഉസ്താദിനെ എല്ലാവരും കേട്ടിട്ടില്ലേ? അവരിങ്ങനെ അല്ലയിൽ ഇങ്ങനെ നടക്കുക, പുറത്തേക്ക് ഒരു വീട്ടിക്ക് പോവാ. കൂടെ ആ സമയത്തുണ്ടായിരുന്ന ആൾ എന്നോട് പറഞ്ഞതാ, അറബി കുട്ടികൾ റിങ് ഇങ്ങനെ ഇട്ട് കളിക്കുക, അങ്ങോട്ട് കൊണ്ട് റിങ് കളിക്കുക. അപ്പൊ ഒരു കുട്ടി കുറച്ച് സമ്മർദ്ദം ചെലുത്തിയിട്ട് റിങ് ഇട്ടപ്പോ ഉസ്താദിന്റെ ശരീരത്തിൽ ഒന്ന് തട്ടി. അപ്പൊ വെള്ള കന്തൂറമ്മ പൊടി പുരണ്ട് റിങ് കെട്ടിയാൽ അതിന്റെ അടയാളം ഫോട്ടോസ്റ്റാറ്റ് മൊത്തം ഉണ്ടാവും. കൂടുതൽ ഈശ്വന്മാർക്ക് ദേഷ്യം പിടിക്കൂല അറബി കുട്ടികൾ. ഒരാൾ ആ എറിഞ്ഞ കുട്ടിനെ നോക്കിയിട്ട് പറഞ്ഞു, എന്താടാ ഈ കാട്ടിൽ? കുട്ടി അറബി കുട്ടികളുടെ പുടുത്തമട്ട തൊള്ളിയെന്ന് എന്താ വരുന്ന പറയാൻ പറ്റില്ല. കുട്ടി പറഞ്ഞു, പോ നായെന്ന് പറഞ്ഞു. കുട്ടി പോയ നായ പോ. അതിൽ ഇയാൾക്ക് ദേഷ്യം പിടിച്ച് ഉസ്താദിനെ മുഖത്ത് നോക്കിയിട്ട നായെന്ന് വിളിച്ചു. കുട്ടികളല്ലേ, അതിൽ ഇയാള് കയ്യാണ്ട് കന്തൂറാണ്ട് കയറ്റി ഒന്ന് സ്പീഡിലാണ്ട് കുട്ടീനെ നേരക്കാടിയ പുസ്തകം കന്തൂർ വിളിച്ചു. എവിടുക്കാ പോണു ചോദിച്ചു. എവിടുക്കാ പോണു ചോദിച്ചു. അത് ചെറിയ കുട്ടിയാ. അത് എൻ്റെ നിന്റെ മുഖത്ത് നോക്കിയിട്ട് നായെന്ന് വിളിച്ചാൽ എൻ്റെ അടുത്തും നായന്റെ സ്വഭാവം ഉണ്ടാവും, അത് മാറ്റാൻ നോക്കുക. ഇതിന്റെ പേരാ ഷെയ്ഖ്. അല്ല മോതിരത്തിന്റെ എണ്ണം കൂട്ടുന്ന ആളവരല്ല. പടച്ചാനെ അള്ളാഹു തആല ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആ കുട്ടി ചെറിയ പൈതലാ, അതിന് തമീസില്ല. അത് എൻ്റെ മുഖത്തും എൻ്റെ മുഖത്തും നോക്കിയിട്ട് നായെന്ന് വിളിച്ചാല് നിന്നിലും എന്നിലും നായന്റെ സ്വഭാവം ഉണ്ടാവും. അത് അള്ളാഹ് വിളിപ്പിച്ച് അത് മാറ്റാൻ നോക്കുന്നത്. അള്ളാഹു അവരെ ബർക്കത്തോണ്ട് നമ്മൾ നന്നാക്കി തെറ്റ്. എനിക്കൊക്കെ എന്നാണോ ഈ സ്വഭാവം ഉണ്ടാവും? നിങ്ങളൊക്കെ എന്തുവായിരുന്നില്ല. അല്ല, ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാണ്ട് കുറെ ചിന്തിച്ചാലും വരുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ നമ്മളൊക്കെ ഇപ്പത്തെ സ്വഭാവം അങ്ങനെ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ നിർത്തുകയാണ്. അപ്പോ പിന്നെന്താ വളരെ പ്രധാനപ്പെട്ട ഒന്നും കൂടിയാ, രണ്ടിൻ്റെ കൊണ്ട് പറയട്ടെ. ഇത് വളരെ പ്രധാനമാണ്. ജനങ്ങളെ തൊട്ട് മാപ്പ് ചെയ്യാം. ചിലര് പറയും നമുക്ക് മാഷറിയിൽ കണ്ടുമുട്ടാ. അത് പറയരുത്. കണ്ടിട്ട് എന്താ കാട്ടുക? അവിടുന്ന് കണ്ടിട്ട് അതിന്റെ ബേജാറപ്പ അവിടെ അല്ല. എന്നോട് തന്നെ കുറെ ആൾക്കാരുണ്ട്, ഞാൻ മാഷറിന്ന് കണ്ട ഓനെ വിടൂല ഉസ്താദേ. ആരെ? കാക്കാനെ കുറിച്ചാണ് പറഞ്ഞത്, സ്വന്തം ജ്യേഷ്ഠനെ കുറിച്ച്. നമുക്കറിയില്ലല്ലോ. ഞാൻ നാളെ മമ്പുറത്ത് പോയപ്പോ ഞാനിപ്പോ പരിപാടിഞ്ഞിട്ട് രാത്രി ഒറ്റക്കൊക്കെ പോകണമെങ്കിൽ മക്കബറൊക്കെ ഒന്ന് ഇറങ്ങും. ഒരു സലാം ആക്കാൻ ഭയങ്കര ദ്വാര നടത്തുമല്ലോ, അസ്സലാം വലൈക്കും പ്രത്യേകം ദ്വാരക്കിട്ടാറ് ഞങ്ങളുടെ പോരും ചെയ്യും. എന്താ സംഭവിക്കണമെന്ന് എനിക്കറിയില്ല. അവിടെ ഇരുന്നിട്ട് ഒരുപാട് ദ്വാരക്കൊന്നുമില്ല. എന്റെ ശൈലി അങ്ങനെയാണ്. എന്റെ ശൈലിക്ക് എടുത്തൂടെ, എങ്ങനെ ചെയ്യാമല്ലോ. ഞാനും അവരോട് ജീവിച്ചിരിക്കുമ്പോ അവരിങ്ങനെ കട്ടുമ്പോ കിടക്കുമ്പോ വർത്താനം പറയുമ്പോൾ വർത്താനം പറയും, അങ്ങോട്ട് പോവുകയും ചെയ്യും. ചിലപ്പം ദ്വാരുന്നും വരും. ആളുണ്ടെങ്കിൽ ദ്വാർക്കൂല്ല, ആളില്ലെങ്കിൽ ദ്വാർക്കും ചെയ്യും. അങ്ങനെയൊക്കെ നമ്മളെ പരിപാടി. അപ്പൊ ഞാനിങ്ങനെ ഒരു സലാം പാസ്സാക്കാൻ വേണ്ടി മമ്പുറത്ത് ഇറങ്ങിയതാണ്. അപ്പൊ അവിടെ ഉണ്ട് ഭയങ്കര ദ്വാ. ഒരു കട്ടിയുള്ള തൊപ്പിട്ടിട്ട് ഒരു നല്ല നിസ്കാരത്തായമ്പക്കള് തോളക്കൂട്ടിട്ട് ഇറക്കിയിട്ടിട്ട് ഒരാളാ. അടുത്ത് ചെറിയ കുട്ടിയുണ്ട്. അപ്പൊ വാപ്പി മോനാന്ന് എനിക്ക് മനസ്സിലായി. ഭയങ്കര ദ്വാ. ആ ദ്വാ ഉള്ളോടത്താണെങ്കിൽ ഞാനൊന്ന് ആമീൻ പറയാൻ ബാക്ക് കുടിച്ചു. എന്റെ സ്വഭാവം. അപ്പൊ ഞാനും ബാക്കിൽ നിന്നോടത്ത്. അപ്പൊ ആ മോഡി പൈസ മാറ്റിയില്ലേ, 1000 മാറ്റി ആ സമയത്താണ്. അപ്പൊ ഇയാള് തോർക്കാം, അല്ലാഹുവേ അവനെ നശിപ്പിക്കണേ. എനിക്ക് അത്രാണ്ട് താല്പര്യം ഇല്ലെങ്കിലും ഞാനും ആമീൻ. നന്നാക്കണേ അല്ലാ, നന്നായിട്ടില്ലെങ്കിൽ കണ്ണിന്റെ മുമ്പിൽ വെച്ചിട്ട് പിച്ച് ചീന്തണേ അല്ലാ, അതിനും ഞാൻ ആമീൻ. എനിക്ക് തോന്നി ഈ മനുഷ്യനെ വാർത്തകളൊക്കെ ശരിക്കും ചിന്തിച്ചിട്ട് രാത്രി വന്നിട്ട് മമ്പുറത്ത് വന്നിട്ട് ദ്വാടിച്ച് കയറ്റല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോ ഈ നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ അതിന്റെ കാരണവർ തന്നെയാണെന്ന് പറഞ്ഞു.
ഞാൻ മോടിയാന്ന് വെച്ചിട്ടപ്പോ ഞാൻ ആമീൻ പറഞ്ഞു. അപ്പൊ ഇയാള് ജ്യേഷ്ഠനെ കുറിച്ചാണ് ഇപ്പൊ ഈ നശിപ്പിക്കണേ എന്ന് ഓർക്കണേ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മനസ്സറിഞ്ഞിട്ട് ഒരാളെ ബാക്ക് പോയിട്ട് ആമീൻ പറയാൻ പറ്റാത്ത കാലം. കാരണം ഇയാളെ എന്താ മുറാദ് നമുക്കറിയില്ല. മനുഷ്യന്മാരെ മനസ്സിലേ വല ആഫീന അനിന്നാസ് എന്നുള്ള എടുത്താണ്ട് പോയി മാപ്പ് കൊടുക്കുക എന്നുള്ള പരിപാടി എടുത്തു പോയി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാപ്പ് കൊടുത്താൽ ഹിസാബില്ലാതെ സ്വർഗത്ത് പോകുന്ന ഹദീസിലുണ്ട്. നമ്മളെ കുറെ ആക്രമിച്ചു, കുറെ ചീത്ത പറഞ്ഞു, പൊതുമാപ്പ്, ഞാൻ എല്ലാവർക്കും മാപ്പ്, അനക്കും മാപ്പ്, എല്ലാവർക്കും മാപ്പ്. ഹിസാബില്ലാതാണ് സ്വർഗത്ത് പോവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് കഴിഞ്ഞിട്ടാണ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഇസ്മായിൽ ഒക്കെ ഒരു സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. 30 സെക്കൻഡ് കൊണ്ട് പറഞ്ഞുതരാം. എന്താണെന്നറിയോ? ഹസൻ റളിയല്ലാഹു അൻഹു. ഇത് രണ്ടിനും കൂടി ഒറ്റ ചെറിയ സംഭവം. ഹസൻ റളിയല്ലാഹു അൻഹു ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. കുറെ പ്രമുഖരായ അതിഥികളുണ്ട്. ആ മൂപ്പരെ സർവന്റ് കൂട്ടാനേറ്റ് വന്നു, കറിക്കൂട്ടാനേറ്റ് വന്നു. നല്ല ചൂടുണ്ട്. പിന്നെ അറബിക്കറി ആണെങ്കിലും ശരീരത്തിലായാലും വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ കൂടി ഇയാളെ കയ്യിൽ നിന്ന് വേണ്ടിട്ട് ഹസൻ റളിയല്ലാഹു അൻഹു കുപ്പായത്ത് കണ്ടു. അടിമന്റെ കയ്യിൽ നിന്ന് എങ്ങനെ ഉണ്ടാവും? നമ്മള് കല്യാണ പേരി പോയിരുന്നിട്ട് സപ്ലയർ ഒരു ചെറിയ പാത്രത്തിൽ നിന്ന് ഇറച്ചിന്റെ ഒരു ചെറിയ തുണ്ടി നമ്മളെ ശരീരത്തിൽ തട്ടിയാല് നമ്മളിങ്ങനെ ഇടങ്ങിട്ട് നോക്കൂല. 10 കൊല്ലം ഉണ്ടാവും ആ പക. 10 കൊല്ലം ഉണ്ടാവും. അന്ന് നമുക്ക് ജല ഇറച്ചി കൂട്ടം നമുക്ക് ഇതൊന്നായിട്ട് ശരീരത്തിലാണ്. ഉടനെ തന്നെ ഹസൻ റളിയല്ലാഹു എന്താ പറഞ്ഞ അറിയോ? ഈ ആയത്താണ്ട് ഉദ്ധരിച്ചു. എന്നിട്ട് പറഞ്ഞു ഈ ആയത്ത് കണ്ട് പറഞ്ഞിട്ടാ പറഞ്ഞു. ഈ ദേഷ്യം പിടിക്കുന്ന ഉറപ്പല്ലേ? ഈ ആയത്ത് കണ്ട് ഓതിയിട്ട് പറഞ്ഞു ഞാൻ എനിക്ക് മാപ്പാക്കി. കാരണം അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ അടിമ പുറത്തം വിട്ട ആളാ. മൂപ്പരായത്തിന്റെ വാക്യാണ്ട് ഓതി വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അപ്പൊ തോന്നി ഒറ്റ വർത്താന. ഞാൻ എന്നെ സ്വതന്ത്രനുമാക്കി എൻ്റെ മോളെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ എൻ്റെ മരുവനാക്കാൻ തീരുമാനിക്കും ചെയ്തത് അടിമനെ. കാരണം എന്താ? ബാക്കി ആയത്താണ്ട് ഓതിയതാ. കാരണം ഞാൻ വൈകുന്നേരം വരെ ആയത്തോതി ഞങ്ങളെ മോളെ കെട്ടിച്ചു തരുമോ? ഈമാൻ അടിച്ചു കയറിയാൽ പിന്നെ നടക്കണേ എന്താണെന്നും പറയാൻ പറ്റില്ല. അതാണ് ഞാൻ അതിന് പോകണ്ട. മോളോട് പോയി ചോദിക്കണ്ട, ഒരു വിരാന്തുണ്ട് എനിക്ക് ശരിയാവുന്നു. ഞാൻ വെറുതെ തമാശ പറഞ്ഞു. അത് ആ ആയത്താണ്ട് കേട്ടപ്പോളേ അടിമ വാക്യാണ്ട് ഓതിയിട്ട് ഒരു ആയത്താണ്ട് വാക്യാണ്ട് പറഞ്ഞു കൊടുത്തല്ലേ. 2 കാര്യം. നിന്നെ ഞാന് അടിമത്തെ മോചനം നടത്തി. ഈ അടിമല്ല, സ്വതന്ത്രനാ. അതോടുകൂടി ചൊർക്കുള്ള ഒരു മോളെ കെട്ടിക്കാനും തീരുമാനിച്ചു എന്നെ കൊണ്ട്. അള്ളാഹുവേ, ഇപ്പൊ ഒരു കാര്യം ഞാൻ തോർക്കാണ്. ഇവിടെ കല്യാണം കഴിക്കാത്ത എല്ലാവർക്കും ഈ ചൊർക്കുള്ള നല്ല പെൺകുട്ടികളെ കൊടുക്കണേ അല്ലാ. കല്യാണം കഴിച്ച ആൾക്കാരാണ് ദമ്മിൽ ആമീൻ പറയണത് വേണ്ട. കഴിക്കാത്തവര് പറയും. അള്ളാഹു ഹൈറായ മനസ്സിനാണ് ഇങ്ങനെ നല്ല ഭാര്യമാരെ കൊടുക്കണേ പഠിച്ചോനെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ്. നമ്മളെ ബഹുമാന്യനായ പ്രസിഡന്റ് ഹോസ്പിറ്റലിലാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് സലാമത്തായി കൊടുക്കട്ടെ. കുറെ കാലം നമ്മളിങ്ങനെ കണ്ട മഹലിന്റെ ഒരു വഴക്കാണല്ലോ. 95 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും കാര്യമായ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മിംസിലാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു സലാമത്തായി കൊടുക്കട്ടെ. അതുപോലെ മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട ബാവാക്ക് അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഖബറ് സന്തോഷമായി കൊടുക്കട്ടെ. നമ്മളെ ബഹുമാനപ്പെട്ട ബഷീറാക്കാന്റെ മോനെ ഫാറൂഖ് ഇപ്പൊ ഗൾഫിൽ നിന്ന് മരിച്ചിട്ട് 3 ദിവസം കൂടെ മയ്യിത്ത് സ്കരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഖബറ് അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ. മറ്റു മരിച്ചുപോയ ഒരുപാട് മുഅ്മിനീങ്ങൾ ഞാൻ വന്നിട്ട് അതിന്റെ മുമ്പൊക്കെ ആയിട്ട് ഇവിടെ മരിച്ചുപോയ ഒരുപാട് എനിക്ക് പരിചയമുള്ളവരും ഇല്ലാത്തവരും അവർ മീസാന്റെ അടിയിൽ കിടക്കുകയാണ്. എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. വല്ല തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. ബദരീങ്ങളെ ആണ്ടിന് അന്ന് ഇവിടെ വിപുലമായ പരിപാടി ഉണ്ട് പള്ളിയിൽ. ബഹുമാനപ്പെട്ട ഹൈദ്രോക്ക നമ്മളെ അംസാജിന്റെ ജാസന് 3-4 ദിവസം മുമ്പ് മരിച്ചിട്ടുണ്ട്. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഖബറ് സന്തോഷമായി കൊടുക്കട്ടെ. നല്ല മനുഷ്യനായിരുന്നു. പലരും എന്നോട് പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, ഇവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്നു, എല്ലാവരോടും നല്ല സ്നേഹമുള്ള ആളായിരുന്നു. അതിനൊക്കെ അള്ളാഹു തആല ഖബറിൽ സന്തോഷവും സുഗന്ധവും പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, ചെറിയ കുട്ടികളുണ്ട്, അലിമീങ്ങളുണ്ട്, പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. നോമ്പ് കാലത്ത് ഉഷ്ണം സഹിച്ചുകൊണ്ട് നട്ടുച്ചയിൽ നിന്റെ ഭവനത്തിൽ ഇത്തികാഫിന്റെ നിയ്യത്തോടെ ഇൽമു പറഞ്ഞുകൊണ്ട് സ്വലാത്തിന്റെ അഡ്രസ്സിലായി നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങള് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മഗ്ഫിറത്തിന്റെ പട്ടികയിൽ പെടുത്തണേ അല്ലാഹ്.
റഹ്മത്തിന്റെ പട്ടികയിൽ പെടുത്തണേ അല്ലാ. ഇത്തഖിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ അല്ലാ. അമലുകളൊന്നുമില്ലെങ്കിലും നിന്റെ ഔദാര്യം കൊണ്ട് സലാമത്താക്കണേ അല്ലാ. മാരിഫത്തിന്റെ വാതിലുകൾ തുറന്നു തരണേ അല്ലാ. ആത്മീയ ലോകത്തെ ഗതാഗത ഗുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ആന്തരികമായ നെറുകേടുകളിൽ നിന്ന് രോഗാണുക്കളിൽ നിന്ന് മുക്തരാക്കണേ അല്ലാ. പ്രത്യേകിച്ച് ശിർക്ക്, കുഫ്ർ, നിഫാഖ്, റിയാ, ഹിർസ്, ഉജ്ബ്, അദാവത്ത്, ശഹവത്ത്, ബിദ്അത്ത്, ഖവാത്തിറുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ശരീരങ്ങളെ അറ്റാക്ക്, ക്യാൻസർ, കിഡ്നി വീക്ക്, സ്ട്രോക്കിൽ നിന്ന് സലാമത്താക്കണേ അല്ലാ. കീറി മുറിക്കുന്ന അപകടത്തിൽ പെടുത്തല്ല അല്ലാ. തിരിച്ചറിയാത്ത മയ്യിത്താക്കല്ല അല്ലാ. അപകടത്തിൽ ചപ്പിക്കിടക്കുന്ന വണ്ടിയിൽ നിന്ന് വെട്ടി പൊളിച്ചെടുക്കുന്ന മയ്യിത്താക്കല്ല അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നിന്റെ ത്വാഅത്തിൽ നൽകണേ അല്ലാ. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ആരാന്റെ കൊലായിൽ യാചിക്കേണ്ട ദുർഗതി നൽകല്ല അല്ലാ. മുണ്ട് വിരിക്കേണ്ട ഗതികേട് നൽകല്ല അല്ലാ. എഴുതി കൊടുക്കേണ്ട അവസ്ഥ നൽകല്ല അല്ലാ. പാവങ്ങളെ സഹായിക്കാൻ, നല്ല സംരംഭങ്ങളിൽ കൊടുക്കാൻ ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാ. ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് നീ കൽബ് തുറന്നു തരണേ അല്ലാ. ശരീരത്തിന് ആരോഗ്യം നൽകണേ അല്ലാ. സമയത്തിൽ, സന്താനങ്ങളിൽ, സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സ്വർഗത്തിനുള്ള സെറ്റപ്പ് നൽകണേ അല്ലാ. നിന്റെ റിദക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ആഫത്ത് മുസീബത്തുകളിൽ നിന്ന്, പാരപോരുകളിൽ നിന്ന്, കടക്കണികളിൽ നിന്ന്, ശത്രുക്കളുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. രോഗങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ മരിക്കുന്നത് നല്ല സ്ഥലത്ത്, ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലാക്കി തരണേ അല്ലാ. നിന്നെ ചിന്തിച്ച് കൽബ് ത്രസിക്കുന്ന സമയത്താക്കണേ അല്ലാ. നിന്റെ ഹബീബിനോടുള്ള മഹബത്തിന്റെ മയത്തിലാക്കണേ അല്ലാ. അവിടുത്തെ ഓർത്ത് പറഞ്ഞ രാത്രിയിലാക്കണേ അല്ലാ. അത് കലിമ ചൊല്ലിയാക്കി തരണേ അല്ലാ. അത് സ്വർഗം കണ്ടാക്കി തരണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത സയ്യിദിനാ മുഹമ്മദ് تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا اجعل وعظنا ونصيحتنا نصيحة مؤثرة في قلوبنا وفي قلوب من حضروا معنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.